സിനിമാ നടൻ സലീം കുമാർ, അതുപോലെ തന്നെ രോഹിത് വെമുലയുടെ, നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ രോഹിത് വെമുലയുടെ സഹോദരൻ ശുങ്കണ്ണ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വേദിയിൽ ഒട്ടനവധി ഗസ്റ്റുകളുണ്ട്. അവരെയൊക്കെയും സമയബന്ധിതമായി പരിചയപ്പെടുത്തുന്നതാണ്. Our chief guest, Mr. Prakash Ambedkar, is receiving the Guard of Honor from People's Mighty God. Guard of Honor. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ഐതിഹാസിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹസമ്പന്നരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സഹോദരന്മാരെ, ഗുരുനാഥന്മാരെ, കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിഷം ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കൊരു തിരിച്ചടിയായി, ഒരു ഭീഷണിയായി, അവർക്കൊരു താക്കീതായാണ് ഇന്ന് PDPയുടെ മഹാസമ്മേളനം ഇവിടെ തുടക്കം കുറിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കൈകോർത്ത് കണ്ണിലെ കൃഷ്ണപടി പോലെ കാത്തു സൂക്ഷിക്കേണ്ട സാഹചര്യത്തിൽ ഇവിടെ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാർ വർഗീയതയുടെ വിഷവിത്തുകൾ വിധിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ വിശിഷ്യ കേരള മണ്ണിൽ വിഷവിത്തുകൾ എറിയുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു മനസ്സോടുകൂടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഐക്യത്തിന് കാരണം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 1993 ഏപ്രിൽ മാസം 14 ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മദിനമായ 1993 ഏപ്രിൽ മാസം 14 ഇന്ത്യയിലെ മർദ്ദിത ജനതയുടെ സമരനായകൻ, ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ, പിന്നോക്ക വിഭാഗത്തിന്റെ, മത ന്യൂനപക്ഷങ്ങളുടെ ആശയും ആവേശവുമായ മർദ്ദിത ജനതയുടെ സമരനായകൻ ജനാബ് അബ്ദുൽ നാസർ മദനി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ആ 93 കാലഘട്ടങ്ങൾ മുതൽ എടുത്ത് പരിശോധിക്കുമ്പോൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജനാബ് അബ്ദുൽ നാസർ മദനിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ആ പീഡനങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് എന്നും കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർക്കും മാറ്റി നിർത്താനാകാത്ത, ആർക്കും അവഗണിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഈ തിവന്ന പതാക വാനിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയകക്ഷികളൊക്കെ നിങ്ങൾക്ക് പറയാ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി അബ്ദുൽ നാസർ മദനിയെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും, ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ ഉൾപ്പെടെ. പക്ഷേ ആ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഒരു താക്കീതായാണ് ഇന്നത്തെ ഈ ദിവസത്തിന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി തുടക്കം കുറിക്കുന്നത്.
വേദിയിലിരിക്കുന്ന നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും പീപ്പിൾസ് ഡെമോക്രാറ്റിയുടെ പേരിൽ അങ്ങകലെ കർണാടകയിലെ ജയിലിന് തുല്യമായ മറ്റൊരു ജയിലിൽ ഇരുന്നു കൊണ്ട് ഇന്നിതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ജനാബ് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി എല്ലാവരെയും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മർദിദ ഐക്യം സിന്ദാബാദ്, PDP സിന്ദാബാദ്. അടുത്തതായി നമ്മളുടെ ഈ സമ്മേളനത്തില് എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ സ്വീകരിക്കൽ ചടങ്ങാണ്. ആദ്യമായി സ്വീകരിക്കുന്നത് നമ്മളുടെ ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥി ശ്രീ പ്രകാശ് അംബേദ്കറിനെയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് PDP സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മുഹമ്മദ് റജീബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ പ്രകാശ് അംബേദ്കർ ഈസ് cordially inviting to receive Our chief guest is receiving the memento of honor.